നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് അലീനയെ ചോദ്യം ചെയ്യാനായിട്ട് സിയയുടെ മുന്നിലേക്ക് കൊണ്ടുവരുവാണ്. ആ സമയത്ത് സിയെ വനിതാ കോൺസ്റ്റബിളോട് ചോദിച്ചു, അല്ല ഇവൾ എന്തേലും പരാതി തന്നോന്ന് ചോദിച്ചു. ഒരു പരാതിയും തന്നില്ല സാറേ, ഭീഷണിപ്പെടുത്തുക. കൂടുതൽ കളിച്ചിട്ടുണ്ടെങ്കിൽ മീഡിയക്കാരുടെ മുന്നിൽ എന്തൊക്കെയോ ഇവള് വിളിച്ചു പറയുന്നു. ഓഹോ, അതിനിവന് ഇവൾക്ക് ജീവൻ ഉണ്ടായിട്ട് വേണ്ടേ പറയാനായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് സി ഐ അലീനയുടെ മുന്നിലേക്ക് അങ്ങോട്ട് ചെന്നു. എന്നിട്ട് ചോദിച്ചു, എന്താടി നീ പരാതി കൊടുക്കാത്തെ? ഞാൻ പറഞ്ഞില്ലേ സാറേ എനിക്ക് പരാതിയില്ലെന്ന്. എന്ന് നീ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒരു പരാതി എഴുതി തന്നാൽ മാത്രം മതി, പിന്നെ നീ പോലീസ് സ്റ്റേഷനിലേക്ക് വരത്തില്ല, പിന്നെ നിനക്ക് ഒരു പ്രശ്നം ഉണ്ടാവാനും പോകുന്നില്ല എന്ന് പറഞ്ഞു. സാറേ ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞു പോയ കാര്യമാണ്, അതുകൊണ്ട് എനിക്ക് പരാതി ഇല്ലെന്ന്. ഓ, ഇതിന് മാത്രം നീ അവരെയൊക്കെ സംരക്ഷിച്ചു പിടിക്കാനായിട്ട് അവരൊക്കെ ആരടി നിന്റെ ഈ പറയുന്ന രോഹിത് നിന്നെ വെച്ചോണ്ടിരിക്കുകയാണെന്നൊക്കെ ചോദിക്കണം. വളരെ മോശമായ രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോഴേക്കും അലീന പറഞ്ഞു, സാറേ അവൻ എനിക്ക് അനുജനെ പോലെയാണ്. നീ കുറെ കഥകൾ ഇങ്ങനെ ഉണ്ടാക്കും, അതൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ അതൊന്നും ഇവിടെ വിലപ്പോവില്ല. നിന്റെ അടുത്ത് ചോദിക്കേണ്ട പോലെ ചോദിച്ചാലോ നീ ഉത്തരം പറയുള്ളൂ. അതും പറഞ്ഞിട്ട് ആ ലാത്തിയൊക്കെ ഇങ്ങനെ ഒന്ന് കാണിക്കുവാണ്. പക്ഷെ അലീന അതുകൊണ്ടൊന്നും ഭയന്നില്ല. അലീന പറഞ്ഞു, സാർ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ എന്താ കംപ്ലൈന്റ് തരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. നിനക്ക് അതിന് മാത്രം അഹങ്കാരോ എന്നൊക്കെ പറഞ്ഞിട്ട് അലീനയെ തുറച്ചു നോക്കുകയാണ്. പിന്നീട് ആ ലാത്തി എടുത്ത് അലീനയുടെ ദേഹത്ത് വെച്ചു. നിനക്ക് കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ടെങ്കിലേ നീ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയും. സാറേ ഞാൻ പറഞ്ഞല്ലോ, എന്താണെങ്കിലും ഈ പരാതി കിട്ടിയിട്ട് സാറിന് വലിയ കാര്യങ്ങളൊന്നുമില്ല. കാരണം എൻ്റെ പരാതിയുമേലല്ല, അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള ശിക്ഷ കിട്ടണം. അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പരാതിയുടെ ആവശ്യമൊന്നുമില്ല. പിന്നെ സാർ എന്തിനാണ് എന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കണേ? എടി, നിന്റെ പരാതി കിട്ടിയിട്ടുണ്ടെങ്കിലേ അവരുടെ കേസിന് കുറച്ചുകൂടെ ഒന്ന് ബലം കൂടും. അതിന് വേണ്ടിയിട്ടാണ് നിന്നോട് പരാതി എഴുതി തരാൻ പറഞ്ഞേ. അല്ലാതെ എന്തൊക്കെ പറഞ്ഞിട്ട് കുറെ ചീത്ത അങ്ങോട്ട് പറയണം. അലീന ഒന്നും മിണ്ടിയില്ല. അലീന അതൊക്കെ കേട്ടോണ്ടിരുന്നു. അലീന അങ്ങോട്ട് ഭയപ്പെട്ട് നിന്നതുമില്ല. കാരണം അലീന അയാളുടെ മുന്നിൽ ധൈര്യപൂർവ്വം നിന്നെ. അതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അയാൾ കൊന്നുകൂടെ അങ്ങോട്ട് ദേഷ്യം ഇരട്ടിക്കുകയോ ചെയ്തേ. അപ്പോഴേക്കും സി ഐ പറഞ്ഞു, നിന്നെ അങ്ങനെ വെറുതെ വിടുന്നില്ലടി. അങ്ങനെ നീ ഇവിടെ വന്നിട്ട് ഈസി ആയിട്ട് അങ്ങോട്ട് പോകാന്ന് കരുതിയോ? വന്നതുപോലെ ഒന്നും നീ അങ്ങോട്ട് തിരിച്ചു പോകത്തില്ല എന്ന് പറഞ്ഞു. സാർ ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്താലും ശരി, ഞാൻ പരാതി എഴുതി തരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ഉറച്ചു നിൽക്കുകയാണ്. അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന വനിതാ പോലീസുകാരെ വിളിച്ചു. സ്നേഹയെ, നീ ഇവളെ ശരിക്കും ഒന്ന് കൈകാര്യം ചെയ്യാൻ നിൻ്റെതായ രീതിയിൽ അറിയാലോ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അലീന അവരെ ഒന്ന് നോക്കി. അവർ ലാത്തിയൊക്കെ എടുത്തോണ്ട് അലീന അടുത്തേക്ക് വരുവാണ്. പക്ഷെ അലീന കൂസാത്ത ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്ത് വന്നാലും താൻ പരാതി കൊടുക്കില്ല എന്നൊരു ചിന്ത മാത്രമേ അലീനയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനുമാണ് DYSPയുടെ വണ്ടി അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ DYSP അകത്തേക്ക് കയറി വന്നു. അകത്തേക്ക് കയറി വന്നിട്ട് അവിടുത്തെ ഉള്ള പോലീസുകാരനോട് പറഞ്ഞു, രമേശ് നമ്പേരിൻ്റെ അയാളെ വിളിക്കാൻ പറയാണ്. അങ്ങനെ രമേശ് നമ്പേരെ വിളിച്ചു. SI അങ്ങോട്ടേക്ക് വന്നു. സാറിന് പറയണം, അല്ല പ്രതികളെയൊക്കെ കസ്റ്റഡിയിൽ എടുത്തോന്ന് ചോദിച്ചു. കസ്റ്റഡിയിൽ എടുത്തോന്ന് പറഞ്ഞു. ഇനി ആരെങ്കിലും കിട്ടാനുണ്ടോ? എല്ലാവരും കിട്ടിയിട്ടുണ്ടെന്ന് സാറെന്ന് പറഞ്ഞു. അല്ല നിങ്ങൾ അവരെ മാത്രം കസ്റ്റഡിയിൽ എടുത്തോ അതോ ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല. അല്ല നിങ്ങൾ ആ ബാലേന്ദ്ര മേനോന്റെ വീട്ടിൽ നിന്ന് ഒരു ഹൗസ് മെയ്ഡിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നിട്ടില്ലെന്ന് ചോദിച്ചു. അത് പിന്നെ സാർ ചോദ്യം ചെയ്യാനാന്ന് പറഞ്ഞു. ചോദ്യം ചെയ്യാനോ? അതെ, ചോദ്യം ചെയ്യാനായിട്ട്. എന്ത് ചോദ്യം ചെയ്യാനാ അവളെ വിളിച്ചോണ്ട് വന്നേ? അല്ല അത് പിന്നെ അവൾക്ക് എന്തൊക്കെയോ വിവരങ്ങൾ അറിയാൻ തോന്നുന്നു സാർ, അതുകൊണ്ട് ചോദ്യം ചെയ്യാനാന്ന് പറഞ്ഞു. പിന്നീട് DYSP ചോദിച്ചു, ചോദ്യം ചെയ്ത അവളെന്ന് ചോദിച്ചു. ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക സാർ. എവിടെ? മോളിലാന്ന് പറഞ്ഞു. മോളിൽ കൊണ്ട് ചോദ്യം ചെയ്യാനായിട്ട്. അവളെന്താ ക്രിമിനലാണോ എന്ന് ചോദിക്കണം. സാധാരണ ക്രിമിനലുകളെ അല്ലേ മോളിൽ കൊണ്ട് ചോദ്യം ചെയ്യുന്ന ചോദിച്ചു. അല്ല അത് പിന്നെ സാർ. അപ്പോഴേക്കും ചോദിച്ചു, ആരാടെ ചോദ്യം ചെയ്യുന്നതെന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ CI സാറ് മോളിലുണ്ടെന്ന് പറഞ്ഞു. CIയോ? അയാളെ ഇങ്ങോട്ടേക്ക് വിളിക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും SI അവിടുത്തെ ഒരു കോൺസ്റ്റബിളിനോട് പറഞ്ഞു, CI പോയി വിളിക്കാനായിട്ട് പറയാണ്. അങ്ങനെ ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേന് CI അങ്ങോട്ടേക്ക് വന്നു. ആ സമയം SIയോട് DYSP ചോദിച്ചു, അല്ല ആ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയുടെ മൊഴി എടുത്തോന്ന് ചോദിച്ചു. എടുക്കാൻ പോവാ സാറെന്ന് പറയണം. അല്ല അവളുടെ നില എങ്ങനെയുണ്ട്? ഇപ്പം മെച്ചപ്പെട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് CIയോട് ചോദിച്ചു, താനിത് എവിടെയാണോ എന്ന് ചോദിച്ചു. അല്ല സാർ ഞാനിവിടെ മോളിലുണ്ടായിരുന്നു ചോദിച്ചു. മോളിലുണ്ടായിരുന്നു പറഞ്ഞു. അവിടെ എന്തെടുക്കുമായിരുന്നു? അല്ല സാർ ഞാൻ ആ പെൺകുട്ടിയെ ചോദ്യം ചെയ്യുമായിരുന്നു. ഏത് പെൺകുട്ടിയെ? അല്ല ആ ബാലേന്ദ്ര മേനോന്റെ വീട്ടിൽ നിന്ന് ഒരു ഹൗസ് മെയ്ഡിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ് ചോദ്യം ചെയ്യാനായിട്ട് വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. എടോ എന്നിട്ട് ചോദ്യം ചെയ്തോ? അല്ല അത് പിന്നെ ചോദ്യം ചെയ്തോണ്ടിരിക്കുമായിരുന്നു. എത്ര സമയമായിടോ അവളെ
കസ്റ്റഡിയിലെടുത്തിട്ട് അത് പിന്നെ ഒരു 8-10 മണിക്കൂറായി കാണും. 8-10 മണിക്കൂറായിട്ട് കൊണ്ടുവന്നിട്ട് ഇപ്പോഴും താൻ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നോ എന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ സാറേ, അവളുടെ കയ്യിൽ നിന്ന് ചില നിർണായക വിവരങ്ങളൊക്കെ കിട്ടാനുണ്ടായിരുന്നു. നിർണായക വിവരങ്ങളോ? അതിനവൾ പ്രതിയാണോ? അല്ല അത് സാറേ, അവൾക്ക് മയക്കുമരുന്ന് കൊടുത്ത് മുമ്പ് ഈ പ്രതികൾ അവളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. എടോ, ഇത്ര സമയമായിട്ട് അവളെ ചോദ്യം ചെയ്ത് കഴിഞ്ഞില്ലേ? എടാ, അതിന് അവള് ക്രിമിനലാണോ എന്ന് ചോദിച്ചു. മോളിൽ കൊണ്ടേ അവളെ ചോദ്യം ചെയ്യാനായിട്ട്. അല്ല അത് പിന്നെ സാറേ, അവള് കാര്യങ്ങളൊന്നും വിട്ടു പറയുന്നില്ല, അതുകൊണ്ടാ. താൻ തന്നെയാണോ എന്ന് ചോദിച്ചു. അല്ല, CPO സ്നേഹയും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അവളുടെ കല്യാണം കഴിഞ്ഞാണോ? ഇല്ല, കല്യാണം കഴിഞ്ഞിട്ടില്ല. എടോ, കല്യാണം കഴിയാത്ത ഒരു പെൺകുട്ടി ഇങ്ങനെ കൊണ്ട് ടോർച്ചർ ചെയ്യാനായിട്ട് അവളെന്താ ക്രിമിനലാണോ? അത് പിന്നെ അവൾക്കൊരു ക്രിമിനൽ പശ്ചാത്തലമുണ്ട് സാറ്. അവള് ഒന്നും പറയണില്ല എന്നൊക്കെ പറയണം. അവളുടെ മൈൻഡ് ഒരു ക്രിമിനലിന്റെ മൈൻഡ് പോലെയാന്ന് പറഞ്ഞു. ഇപ്പൊ അവൾക്കാണോ പ്രശ്നം, തനിക്കാണോ പ്രശ്നം? താനാണോ ക്രിമിനൽ എന്ന് ചോദിച്ചു. ഞാൻ അവളെ ഒന്ന് കാണട്ടെ എന്ന് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് DYSP മുകളിലേക്ക് കയറി പോകണം. CIയും SIയും ആകെപ്പാടെ വിളറി പിടിച്ച് വെപ്രാളപ്പെട്ട് നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. ഇതേ സമയം SI CIയോട് പറഞ്ഞു, സാറേ അദ്ദേഹം അല്പം ഇടഞ്ഞിട്ടാണല്ലോ എന്ന് പറഞ്ഞു. അതെ, അതെനിക്കും തോന്നി. അല്ല, ആരായിരിക്കും പോലും ഇടപെട്ടിരിക്കുന്നത്? എവിടുന്നോ സ്ട്രോങ് ആയിട്ടുള്ള ഇന്റർഫിയറൻസ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ ഇങ്ങനെ. അല്ലെങ്കിൽ ഒരു കാരണവശാലും സാറ് ഇതിനകത്ത് ഇടപെടത്തില്ല എന്ന് പറയണം. സാറിന്റെ വരവ് കണ്ടാൽ തന്നെ അറിയാം. അവർക്ക് ആകെപ്പാടെ ടെൻഷൻ ഉണ്ടായിരുന്നു, എന്തായി തീരും എങ്ങനെയായി തീരും എന്നൊക്കെ ഓർത്തിട്ട്. പിന്നീട് DYSP മുകളിലേക്ക് ചെല്ലുവാണ്. മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പം അലീനെ CPO സ്നേഹയുണ്ട്. പിന്നീട് സ്നേഹയോട് ചോദിച്ചു, ഇവിടെ എന്താ നടക്കണമെന്ന് ചോദിച്ചു. സാർ ക്വസ്റ്റ്യൻ ചെയ്യുമായിരുന്നു. ഈ പെൺകുട്ടിയാണോന്ന് ചോദിച്ചു. അതെ സാറിന് പറഞ്ഞു. അല്ല, എപ്പോഴാ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ? 7 മണിയായി കാണും. അല്ല, ഈ 2 മണിക്കൂറായിട്ട് ഇവളെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞില്ലേ? കഴിഞ്ഞു സാർ. അല്ല, ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ആരാ പറഞ്ഞേ? അല്ല അത് പിന്നെ CI സാറ് പറഞ്ഞിട്ടാ. ശരി, നിങ്ങൾ താഴേക്ക് ഇവളെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു. ആ സമയം അലീന DYSP ഒന്ന് നോക്കി. DYSP ഒന്ന് താഴേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? അലീന താഴേക്ക് വരുവാണ്. ഈ സമയത്ത് SIയും CIയും ഒക്കെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അങ്ങനെ താഴെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും SIയോട് ചോദിച്ചു, അല്ല ഇവളെ മോളിൽ കൊണ്ട് ടോർച്ചർ ചെയ്യാനായിട്ട് ഇവളെന്താ ക്രിമിനൽ ആണോ എന്ന് ചോദിച്ചു. അല്ല സാർ, അത് പിന്നെ ഇവള് അന്വേഷണത്തോടൊന്നും സഹകരിക്കുന്നില്ല, അതുകൊണ്ട് അതിന് മോളിൽ കൊണ്ട് എന്തിനാ ചോദ്യം ചെയ്യണമെന്ന് ചോദിച്ചു. CI പറഞ്ഞിട്ടാന്ന് പറഞ്ഞു. നേരെ CIയുടെ നേരെ തിരിയുവാണ്. പിന്നീട് CIയോട് ചോദിച്ചു, ഇവള് ചെയ്ത കുറ്റം എന്താന്ന് ചോദിച്ചു. സാർ, ഇവള് കുറ്റമൊന്നും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാണോ ഇവളെ ചോദ്യം ചെയ്യാനെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ട് ഇരുത്തിയേക്കെന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ സാറേ, പ്രതികളിൽ ഒരാളുടെ വീട്ടിൽ നിന്നാണ്, അവിടെ ഹൗസ് മെയ്ഡായിട്ട് നിൽക്കുന്ന പെൺകുട്ടിയാണ്. അപ്പൊ അവരെ രക്ഷിക്കാനായിട്ട് ഇവള് ശ്രമിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതിന്റെ പേരില ഇവളെ ചോദ്യം ചെയ്യാനായിട്ട് ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വന്നേന്ന് പറഞ്ഞു. അല്ല, ഇത്ര സമയം ചോദ്യം ചെയ്ത് കഴിഞ്ഞില്ലേ? മണിക്കൂറുകളായാലും ഇവളെ കൊണ്ടുവന്നിട്ട് എപ്പോഴാ ഇവിടെ കസ്റ്റഡിയിലെടുത്തേ? ഉച്ചയ്ക്ക് മുമ്പ് കസ്റ്റഡിയിലെടുത്താ. എന്നിട്ടോ സമയം ഇത്രയായിട്ട് ഇവളെ ചോദ്യം ചെയ്ത് കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ സാർ, ഇവള് ചോദ്യം ചെയ്യുമ്പോൾ സഹകരിക്കുന്നില്ല എന്ന് പറയണേ. ഏത് രീതിയിൽ സഹകരിക്കുന്നില്ല എന്ന്, എങ്ങനെ സഹകരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് DYSP കുറെ അങ്ങോട്ട് ചോദിക്കുകയാണ്. അപ്പോഴേക്ക് CI പറഞ്ഞു, അല്ല അത് പിന്നെ സാറേ, ഇവൾക്ക് മയക്കുമരുന്ന് കൊടുത്ത് ഇവളെ ഈ പ്രതികൾ നേരത്തെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇവൾ അതൊന്നും പറയുന്നില്ല, കാരണം ഇവള് അവരെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കണേന്ന് പറഞ്ഞു. ഈ സമയത്ത് അലീനയൊന്നും ഞെട്ടി, കാരണം ചോദ്യത്തിനൊക്കെ വ്യക്തമായിട്ട് മറുപടി കൊടുത്താണ്, എന്നിട്ടാണ് ഇങ്ങനെ കള്ളത്തരം പറയുന്നത്. പിന്നീട് DYSP നേരെ അലീനയുടെ നേർക്ക് തിരിഞ്ഞു. എന്നിട്ട് ചോദിച്ചു, നിങ്ങളെന്താ ചോദ്യത്തിനൊന്നും സഹകരിക്കാതെ ഉത്തരം പറയാതിരിക്കണേന്ന് ചോദിച്ചു. ഇതേ സമയത്ത് അലീന പറഞ്ഞു, ചോദ്യത്തിനൊക്കെ ഞാൻ ഉത്തരം പറഞ്ഞത് സാർ, സഹകരിച്ചാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പത്തിന് CIയോട് ചോദിച്ചു, പിന്നെ എന്തിനാണോ താൻ ഇവളെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത് ചോദിച്ചു. അല്ല അത് പിന്നെ സാറേ, ഒരു പരാതി തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പരാതിയോ? അതെ, ഇവൾക്ക് മയക്കുമരുന്ന് കൊടുത്ത് ഇവളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ ഒരു പരാതി തരാനായിട്ട്, അത് തരാനായിട്ട് ഇവള് തയ്യാറായില്ല എന്ന് പറഞ്ഞു. എടോ, പരാതി തരാത്തതിന്റെ പേരിൽ ഇത്ര സമയം ഇവിടെ വെച്ചോണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ സാറേ? അവരെ രക്ഷിക്കാനായിട്ടാണ് ഇവള് ശ്രമിച്ചതെന്ന് പറഞ്ഞു. അത് മാത്രമല്ല, അന്ന് ഇവള് ഹോസ്പിറ്റലിൽ വരുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പം നേരെ അലീനയ്ക്ക് നേരെ തിരിഞ്ഞിട്ട് DYSP, സത്യമാണോ? നിങ്ങൾ എന്തുകൊണ്ടാണ് പരാതി കൊടുക്കാത്തതെന്ന് ചോദിച്ചു. അല്ല അത് സാറേ, 3-4 മാസം മുമ്പ് നടന്ന കാര്യം, അത് കഴിഞ്ഞു പോയ കാര്യമാണ്. ഇതിന്റെ പേരിൽ ഈ പ്രതികളെന്ന് പറയുന്ന 2 പേർക്കും 2 വീട്ടിൽ നിന്ന് നല്ല ശിക്ഷ കൊടുത്താ, പിന്നെ ഞാനത് ക്ഷമിക്കുകയും ചെയ്ത കാര്യമാണ്. അപ്പോഴേക്കും CI പറഞ്ഞു, അത് മാത്രമല്ല സാറേ, ഇവളന്ന് സ്വയം വയറ്റിൽ കത്രയെ കുത്തിയിറക്കി ആത്മഹത്യാ ശ്രമം നടത്തിയതാന്ന് പറഞ്ഞു.
അപ്പോഴേക്കും അലീനയോട് ചോദിച്ചു, സത്യമാണോ എന്ന് ചോദിച്ചു. സാറേ, അത് ഞാൻ അന്ന് അങ്ങനെ ചെയ്തതാണ്. അല്ല, അങ്ങനെയാണ് പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു പരാതി കൊടുക്കാതെ? അപ്പോഴേക്ക് സി ഐ പറഞ്ഞു, സാറേ, എന്നിട്ട് ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ഇവള് പറഞ്ഞ എന്താ, ഇവളുടെ വയറ്റിൽ അബദ്ധത്തിൽ കത്രയെ കുത്തി കയറിയതാന്നാ പറഞ്ഞതെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഡിവൈഎസ്പി വെച്ചു, അല്ല, നിങ്ങൾക്ക് എന്നിട്ട് ഒരു പരാതി കൊടുക്കാൻ വരായിരുന്നോ? അങ്ങനെ പരാതി കൊടുക്കുമായിരുന്നെങ്കിൽ അന്ന് നടന്ന സംഭവം വീണ്ടും ആവർത്തിക്കില്ലായിരുന്നല്ലോ, ഇമാര് വേറെ പെൺകുട്ടിയെ പീഡിപ്പിക്കില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അലീന പറഞ്ഞു, ഇപ്പം എനിക്കും തോന്നുന്നുണ്ട് സാറേ അതായിരുന്നു ശരിയെന്ന്. കാരണം അന്ന് ഞാനൊരു കംപ്ലൈൻറ്റ് കൊടുക്കുമായിരുന്നെങ്കിൽ ചിലപ്പം ഇങ്ങനെ ഉണ്ടാകത്തില്ലായിരുന്നു. ഡിവൈഎസ്പി പറഞ്ഞു, അങ്ങനെ അന്ന് കംപ്ലൈൻറ്റ് കിട്ടുമായിരുന്നെങ്കിൽ ഇവന്മാർക്ക് അതിനുള്ള ശിക്ഷ കിട്ടിയേന. പിന്നെ ഒരിക്കലും ഇവന്മാർ ഇതിനു വേണ്ടി മുതിരത്തില്ലായിരുന്നു സാറേ. അന്ന് ഞാൻ ക്ഷമിച്ചു വിട്ടു, ഒരു പക്ഷേങ്കിൽ കുറെ ഉപദേശം വിട്ടു. നേരെ ആകുവാണെങ്കിൽ നേരെ ആവട്ടെ എന്ന് കരുതി. അതുമാത്രമല്ല, കോളേജിൽ പഠിക്കുന്ന 2 കുട്ടികളല്ലേ സാറേ, അവരുടെ ഭാവി പോകണ്ടെന്ന് കരുതിയിട്ടാ ഞാൻ അന്നങ്ങനെ ചെയ്തത്. പക്ഷേങ്കിൽ വീണ്ടും ഇതിന് മുതിരുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പറഞ്ഞു. ആ സമയത്ത് സിയോട് ചോദിച്ചു, എടോ ഇവ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലെന്ന് ചോദിച്ചു. സാറേ, ആ പരാതി ഒന്ന് തരാനാ പറഞ്ഞുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇത്ര മണിക്കൂറുകളോളം ആണോട് ചോദ്യം ചെയ്യാനായിട്ട് പിടിച്ചു വെച്ചിരിക്കുന്നത്, അതിന്റെ ആവശ്യം എന്താന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സി ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അപ്പോഴേക്കും അലീന പറഞ്ഞു, അത് മാത്രമല്ല സാറേ, അന്നത്തെ എനിക്കൊരു പീഡന ശ്രമം മാത്രമായിരുന്നു. പക്ഷെ അതിനുശേഷം ഇപ്പോഴുണ്ടായതാ ശരിക്കും പീഡനം. ഇവിടെ രാവിലെ 12 മണിക്ക് എന്നെ കൊണ്ടുവന്ന ഇപ്പൊ സമയം എത്രയും സാറ് കണ്ടോ, 9 മണിക്കൂറായി എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട്. പക്ഷെ എനിക്കൊരു ഇത്തിരി വെള്ളം പോലും തന്നിട്ടില്ല, കഴിക്കാനും ഒന്നും തന്നിട്ടില്ല. രാവിലെയൊക്കെ താഴെ വെച്ചും പിന്നെ അതിനുശേഷം ആ മുറിയിലേക്ക് കൊണ്ടുപോയിട്ടും ഈ സാറിനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതായിരുന്നു ശരിക്കുമുള്ള പീഡനം എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സി ഐ പറഞ്ഞു, സാറേ, ഞാൻ പീഡിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതെ, പീഡിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് വെറുതെ കള്ളത്തരം പറയുന്ന സാറേ. അന്ന് അവർ ചെയ്ത ഒരു പീഡന ശ്രമം മാത്രമാണെങ്കിൽ ശരിക്കും ഇദ്ദേഹമാണ് എന്നെ പീഡിപ്പിച്ചത്. കാരണം ആ മുറിയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വെച്ചുള്ള ചോദ്യങ്ങളും പിന്നെ ആ നോട്ടവും, കാരണം ആ തുറിച്ചുള്ള നോട്ടം പലതവണ ഞാൻ പീഡിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു സാറേ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഡിവൈഎസ്പി വെച്ച് സത്യമുണ്ടോ എന്ന് ചോദിച്ചു. സി ഐ ഒന്നും മിണ്ടാതെ തല കുടിച്ച് നിൽക്കുകയാണ്. എന്തേലും പറയാൻ പറ്റുമോ? അത് മാത്രമല്ല, ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം സാർ എന്തോ രസിക്കുന്ന പോലെ തോന്നി. ഒരു പക്ഷെ അന്ന് എന്നെ ഈ പറയുന്ന രോഹിത് ഹരിശങ്കറൊക്കെ പീഡിപ്പിക്കുമായിരുന്നെങ്കിൽ സാറിന് ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നില്ല. കാരണം പീഡന ശ്രമമാണ് നടന്നത്. അന്ന് ഞാൻ എതിർക്കുകയും ചെയ്തു. അത് സാറിന് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള സംസാരമായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ ചോദിച്ച് രസിക്കുന്ന പോലെ എനിക്ക് തോന്നി. കാരണം പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അതിനെക്കുറിച്ച് പറയായിരുന്നു. പക്ഷെ അതില്ലാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് സാറിനുണ്ടായിരുന്നു. ഓരോരോ ചോദ്യങ്ങൾ അങ്ങനെയായിരുന്നു. അപ്പോഴേക്കും അലീനയോട് ചോദിച്ചു, എന്ത് രീതിയിലുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചതെന്ന് ചോദിച്ചു ഇയാൾ. അത് പുറത്തു പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് സാറേ, അങ്ങനത്തെ രീതിയിലുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചതെന്ന് പറഞ്ഞു. ശരിക്കും എനിക്ക് ഇപ്പോഴാ പരാതിയുള്ള, അതും ഇദ്ദേഹത്തെക്കുറിച്ച്, ഇദ്ദേഹം എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ എനിക്ക് പരാതി ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഡിവൈഎസ്പി സിയോട് പറഞ്ഞു, താനിങ്ങോട്ടേക്ക് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് വിളിക്കുകയാണ്. സി ഐ ഡിവൈഎസ്പിയുടെ കൂടെ അങ്ങോട്ടേക്ക് പോവുകയാണ്. പിന്നീട് ഡിവൈഎസ്പി സിയോട് പറഞ്ഞു, എടോ അവളൊരു പരാതി കൊടുത്തിട്ടുണ്ടല്ലോ, തൻ്റെ തൊപ്പി തെറിക്കുമെന്ന് പറയാണ്. താൻ എന്ത് പരിപാടിയായി കാണിച്ചെന്ന് ചോദിച്ചു. തനിക്കെന്താ ഒട്ടും ബോധമില്ലെന്ന് ചോദിച്ചു. അവളൊരു പ്രസ് മീറ്റ് വിളിച്ചാലുണ്ടല്ലോ, ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തനിക്ക് ജോലി ഉണ്ടാവത്തില്ലെന്ന് പറഞ്ഞു. താനിത് എന്ത് പാവച്ച, തനിക്ക് ഒട്ടും വിവരമില്ലേ? അല്ല സാർ, അത് പിന്നെ അവളുടെ പരാതി എഴുതി വാങ്ങിക്കാൻ. എടോ എന്ത് ബുദ്ധിമോശാ താനീ പറയുന്നേ? അവൾക്ക് പരാതി ഇല്ലെന്ന് പറയുന്നിടത്ത് പിന്നെ താൻ എന്ത് കാണിക്കാനായിട്ടാ? ഇത്ര മണിക്കൂറുകളായിട്ട് നിർബന്ധിച്ച് പരാതി എഴുതി മേടിക്കാൻ പറ്റുന്ന കാര്യമാണോ? തനിക്ക് എന്താ അറിയില്ലെന്ന് ചോദിച്ചു. ആകെപ്പാടെ വിളറി വെളുത്ത് നിൽക്കുവാണ് സി എ. ഇനി എന്നോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, താൻ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല അവള് വെറും ഒരു ഹൗസ് മെയ്ഡ് മാത്രമല്ല, അവൾക്ക് നല്ല ബാക്ക് സപ്പോർട്ടുള്ള പെൺകുട്ടിയാ, അത് താൻ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. ചെല്ലടോ, അവളെ ഇനി എത്രയും പെട്ടെന്ന് വീട്ടിൽ കൊണ്ടേ ആക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ താഴേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അലീനയുടെ അടുത്ത് വന്നിട്ട് ഡിവൈസ് പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, അതെ ഇപ്പൊ തന്നെ കുട്ടിയെ വീട്ടിൽ കൊണ്ടേ ആക്കുമെന്ന് പറഞ്ഞു. പിന്നീട് സിയോടും എസ്ഐയോടും പറഞ്ഞു, ഇവൾക്ക് ആഹാരം വെള്ളമൊക്കെ മേടിച്ചു കൊടുത്തതിന് ശേഷം ഇവളെ വീട്ടിൽ കൊണ്ടേ ആക്കിയാൽ മതി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, വേണ്ട സാർ, അതൊന്നും എനിക്ക് വേണ്ട, എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടേ ആക്കിയാൽ മതി. അവിടെ 2 പെൺകുട്ടികളും തനിച്ചുള്ളൂ, അവർ പേടിച്ച് വിറച്ചിരിക്കുമായിരിക്കും, എന്നെ വീട്ടിൽ കൊണ്ടേ ആക്കിയാൽ മതി എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സിയയുടെ നേരെ നോക്കി ആക്രോശിച്ചു. പറഞ്ഞു കേട്ടില്ലേ, കൊണ്ടേ ആക്കടോ എന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട കേട്ടോ, ധൈര്യമായിട്ടിരിക്കുക, ഇവിടുത്തെ ചോദ്യം ചെയ്തും കാര്യങ്ങളൊക്കെ നടന്നാൽ ഇനി വിളിപ്പിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. അലീനയ്ക്ക് എന്തോ ഒരു ധൈര്യമായി. അലീന ഡിവൈഎസ്പിയുടെ നേരെ കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു,
നന്ദിയുണ്ട് സാറെന്ന് പറയണം. അങ്ങനെ സിയയുടെ നേരക്ക് രൂക്ഷമായിട്ടൊന്ന് നോക്കി. എടോ കൊണ്ടോടോ, തന്നോടല്ലേ പറഞ്ഞെന്ന് ചോദിച്ചു. അങ്ങനെ നാണം കെട്ട് സിയ അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ തന്നെ എസ് ഐയോട് പറഞ്ഞു, താനും കൂടെ ചെല്ലടോ എന്ന് പറയണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അലീനയും കൊണ്ട് വീട്ടിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുവാണ്. ഈ സമയത്ത് രോഹിത് ഹരിശങ്കറൊക്കെ അതൊക്കെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം ഇവർ പറയുന്ന സമയത്തും അലീന ഓരോ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്തും രോഹിത് ഹരിശങ്കറും അതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ഉപദേശിച്ച കാര്യങ്ങൾ പറയുമ്പോഴെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. രോഹിത്തിന്റെ മുഖാകെ പടം വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. സങ്കടഭാവമാണോ ഒന്നും പറയാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയിലുമായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. എന്താണെങ്കിലും വിജയശ്രീ ലാളിതയായിട്ട് അലീന തിരികെ വീട്ടിലേക്ക് ചെല്ലുവാണ്. അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോട്ട് നിർത്തുന്നു. നന്ദി.